ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളതേ ചാലക്കുടിയിൽ നിന്ന് കൊമ്പിടി വെള്ളാങ്കല്ലൂർ റോഡിലുള്ള പുത്തൻ വെട്ടുവഴി എന്നൊരു സ്ഥലത്താണ്. ആ പുത്തൻ വെട്ടുവഴി ജംഗ്ഷനിൽ ഒരു വെയിറ്റിംഗ് ഷെഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല വാഹനങ്ങളുടെ നോയ്സസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഞാനിന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു കക്ഷിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ആളാരാണെന്നോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് എന്താണെന്നോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. കക്ഷിയെ നേരിട്ട് കാണുമ്പോഴേ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരം പറഞ്ഞ് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ കണ്ടില്ലേ, ബൈക്ക് പോയപ്പോൾ തന്നെ നല്ല സൗണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? ഇതാണ് ഷിബു, ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ പ്രമുഖനായ ടാൾമാൻ. ഓക്കെ, ഇദ്ദേഹത്തിനെയാണ് ഞാൻ ഇന്ന് കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ, ഈ കാണുന്നതാണ് വീട്. ബാക്കി വിശേഷങ്ങൾ അതിനകത്ത് ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ആളിവിടെ ഊഞ്ഞാലിലാണ്. ഈ ഊഞ്ഞാലൊക്കെ ഷിബുവിന്റെ സ്പെഷ്യൽ ഉണ്ടാക്കിയാണ്, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. തൊട്ടുപുറകിൽ വേറൊരാള് കിടപ്പുണ്ട്. ഇത് ഷിബുവിന്റെ പ്രിയപ്പെട്ട ഒരു ഡോഗാണ്. എന്താ എന്റെ പേര്? റോക്കി. റോക്കി റോക്കി ഓ റോക്കി. എന്തായാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു റോക്കി. കാരണം എന്താണെന്നറിയോ, സാധാരണ ഇങ്ങനെയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പട്ടിയോ പൂച്ചയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ തനി ഗുണം കാണിക്കും. എന്താണ്, കുറച്ചോണ്ടിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കിത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീ എടുത്തോടാ മോനെ, നീ എടുത്തോ എന്ന മട്ടിൽ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഷിബു, ഞാൻ ചോദിച്ചോട്ടെ, എത്ര വയസ്സായി ഷിബുവിന്? ഇപ്പോ എനിക്ക് 44 വയസ്സ്. 44 വയസ്സ്. ഓക്കെ, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഷിബുന്ന് തന്നെ വിളിക്കാം. തീർച്ചയായിട്ടും. ഈ ഉയരം എത്രയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ? ഹൈറ്റ് 6'10". 6'10", അതായത് 6 അടി 10 ഇഞ്ച് അല്ലേ? ഓക്കെ. ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറൊരു ഓഫീസും കൂടി കാണാം. ഈ ഓഫീസിൻ്റെ ബോർഡിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ദ ടാൾമൻ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഗ്രൂപ്പ് സന്മനസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഓഫീസ് എന്തിൻ്റെ ഓഫീസാണെന്നറിയോ? ഇവരെ പോലെ, അതായത് ഷിബുവിനെ പോലെ ഉയരം കൂടിയ ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ഇവരെല്ലാം ചേർന്ന് രൂപീകരിച്ചു. അതിൻ്റെ ഒരു ഓഫീസാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നുന്നൊരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെയർ കിടപ്പുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ചെയറിനേക്കാൾ ഒരുപാട് വ്യത്യാസം ഇതിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും വലിപ്പം, വലിയ ചെയറാണ്. അത് ഫുള്ളി ഇരുമ്പാണ്, അയണാണ്. ഇത് ഷിബുവിന് വേണ്ടി നിർമ്മിച്ച ഒരു ചെയറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി വിശേഷം ഷിബു തന്നെ പറയും. ചെയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പല ചെയറുകളും ഞാൻ ഇരിക്കുമ്പോൾ എല്ലാ ചെയറിലും ഷിബുവിന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ടാൾമൻ അസോസിയേഷൻ ഒരു മെമ്പർ സിൻഡോ കൊടകരയുള്ളതാണ്. ആള് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ആള് തന്നെ ഉണ്ടാക്കി തന്നാണ്. ഓ, അത് ശരി. ഇങ്ങനത്തെ നാടാനും അതേപോലെ. അപ്പൊ എപ്പോഴും ഈ ചെയറിലാണ് ഇരിക്കുന്നത്? അപ്പൊ വീടിനകത്തും ഇതുപോലത്തെ വേറെ ചെയർ ഉണ്ടോ? വീടിനകത്ത് ഇത് സാധാ ചെയർ, ഇരുമ്പിന്റെ ചെയറാ. നോർമൽ ആയിട്ടുള്ള ചെയറിൽ ഷിബുവിന് ഇരിക്കാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. എനിക്ക് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം ഇതാണ്. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പ്ലാന്റ്സ് ആണ്. മനോഹരമായിട്ട് ഈ പ്ലാന്റ്സ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാർ നമ്മളെ വീടിനകത്തേക്കല്ലേ ക്ഷണിക്കുന്നത്.
എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്നെ ഷിബു വീടിന് മുകളിലേക്കാണ്, അതായത് ടെറസിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, അത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ദേ ഈ വഴി അങ്ങോട്ടേക്ക് പോവുകയാണേ. ഈ സ്റ്റെപ്പ് വഴി വേണം ഇനി പോവാൻ. കയറാം കയറാം, കയറിക്കൊണ്ടിരിക്കാം. ഓക്കെ. ആ, ഇത് എന്തിനാണ് എന്നെ ഈ എരിവെയിലത്തല്ലെങ്കിൽ പൊരിവെയിലത്ത് ഈ ടെറസിന് മുകളിലേക്ക് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. ആ ദേ ആളിവിടെ നിൽപ്പുണ്ട്. വായോ, ഇതെന്താണ് സംഭവം? വാവോ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഞാൻ കാണിച്ചു തരാം. എന്താണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? ആരോഗ്യത്തിന്റെ രഹസ്യം? വാ വാ വാ. എന്നെ തല്ലാമല്ലോ ആണോ? അല്ലല്ല, വായു. ഓക്കെ, ഇതാണ് ഇതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ, എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണ്? എന്റെ വീടിന്റെ നിൽക്കുന്ന ഈ തെങ്ങുന്നുള്ള കരിക്കുകളൊക്കെയാണ്. ആ, ഈ കരിക്കാണോ കഴിക്കാറുള്ളത്? കരിക്ക് കഴിക്കും. എല്ലാം ഇവിടുന്ന് ഇങ്ങനെ കയ്യെത്തിച്ച്, ഇവിടുന്ന് ഇങ്ങനെ കയ്യെത്തി എല്ലാ ദിവസവും കരിക്ക് കുടിക്കും? ഓ, എല്ലാ ദിവസവും? തീർച്ചയായിട്ടും. എത്ര എണ്ണം? അങ്ങനെയൊന്നുമില്ല, 2-3 കഴിക്കും. ഓഹോ, അതുപോലെ ഇവിടെ ഫംഗ്ഷന് പോയാലോ തന്നെ. ആ, അപ്പൊ കരിക്കാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. കരിക്കാണ്. ഓക്കെ, വളരെ ചെറുപ്പം പോലെ കരിക്ക് കഴിക്കും. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ ഡെയിലി കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ കരിക്കുണ്ടോ? അതിന് വേണ്ടി ഇഷ്ടംപോലെ ചേർക്കണ്ടേ. ഇതല്ലെങ്കിൽ നമ്മൾ മിക്ക ദിവസം നമ്മൾ പുറത്തായിരിക്കും, ഫംഗ്ഷൻ ആയിരിക്കും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കരിക്ക് കിട്ടിയാ വെരി ഗുഡ്. അപ്പൊ കരിക്ക് കഴിച്ചാൽ ഏതാണ്ട് ഇതുപോലെ ആവുമെന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഒരു ആപ്തവാക്യം ഉണ്ട് ഇതേപോലെ തന്നെ. എന്താണ്? ടോളമിൻ അസോസിയേഷന്റെ ആപ്തവാക്യം, ഹൈറ്റ് ഈസ് അവർ പ്രൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. ഉയരം ഞങ്ങൾക്ക് അഭിമാനം, ദൈവം തന്നൊരു വരദാനം. അതെ അതെ അതെ, അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ്. കരിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കരിക്ക്. കരിക്ക് എല്ലാവരും കഴിക്കണം. നമ്മുടെ ശരീരം ഇത് കാണിക്കാനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞല്ലേ? ആരോഗ്യത്തിന്റെ രഹസ്യം പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോ തുടങ്ങാം. ശരി. ഷിബു, ഞാനൊന്ന് അടുത്ത് വന്ന് നിന്നോട്ടെ. ഓ, അതിനെന്താ സന്തോഷം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നോക്ക്, എങ്ങനെയുണ്ട്? ഒരു കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു കാണിക്കവഞ്ചി ഇരിക്കുന്ന പോലെ ഇല്ലേ? കാണിക്കവഞ്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നേർച്ചപ്പെട്ടി അല്ലേ? ആ ഒരു വ്യത്യാസം ഇല്ലേ? അങ്ങനെ കെട്ടിപ്പിടിച്ചോളൂ. തീർച്ചയായും ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എങ്ങോട്ടേക്കാ പോണ്ടേ? അകത്ത് പോണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോണോ? നമുക്ക് താഴെ പോവാം. ശരി, നടന്നോ. ഒരു കയറ്റുണ്ട് കയ്യില് എനിക്ക്. ഇനി ഞാൻ ഇത് കഴിച്ചാൽ നീളം വെക്കുവോ? നീളം വെക്കൂല, ദൈവത്തിന്റെ വരദാനം പറഞ്ഞില്ലേ. ഷിബു എന്നെ താഴേക്ക് വിളിച്ചിരിക്കുകയാണ്, അപ്പോ അങ്ങോട്ടേക്ക് പോവാം. ആ കരിക്ക് കയ്യിലിരുന്നിട്ടേ ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയോ ഷിബുവിന്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ഞാൻ കരുതുന്നത് ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാം. ഷിബു എന്നോട് പറഞ്ഞല്ലോ വേറെ ഏതോ ഒരു സ്പോട്ടുണ്ട്, നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിച്ചാൽ ശാന്തവും സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും. ഇവിടെ ഈ വണ്ടി തൊട്ട് ഫ്രണ്ടിൽ റോഡാണല്ലോ, അപ്പൊ അതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം അവിടെ ഇരുന്ന് സംസാരിച്ചാലോ? റെഡി. അപ്പോൾ ഞങ്ങൾ ഷിബു പറഞ്ഞ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. ആ, ഷിബു, ഈ വണ്ടിയിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ? വണ്ടിയിലെ സീറ്റ് കുറച്ച് നമ്മൾ ബാക്കിലേക്ക് ആക്കി, സീറ്റ് മാത്രം. ആ, ഓടിക്കാൻ സൗകര്യത്തിന്. ഹൈറ്റ് പിന്നെ ഓക്കെ ആണല്ലേ? എന്നാലും തല ഇങ്ങനെ തട്ടിയില്ല എന്നുള്ള മട്ടിലാണ്. തട്ടില്ല, ഇനി താഴത്തേക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, പക്ഷെ അപ്പൊ കാല് മുട്ടുക വരും. ഇതിൽ കംഫർട്ടബിൾ ആണ്? തീർച്ചയായിട്ടും. ഓ ശരി. ഈ വണ്ടിക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കുറേയേറെ സംഗതികളുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് പൂവിനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. അതെ. ആഹാ, പൂവും ചെടിയും ഭയങ്കര ഇഷ്ടമാണ്. ആ, അത് യെല്ലോ ആണോ ഫേവറേറ്റ് കളർ? അതെ. ഓക്കെ. ഷിബു ഒറ്റയ്ക്ക് തന്നെയാണോ എല്ലായിടത്തും ഡ്രൈവ് ചെയ്ത് പോകുന്നത്, അതോ രണ്ട് ഡ്രൈവേഴ്സ് ഉണ്ട്? രണ്ടുപേരുണ്ട്. ഓക്കെ. ഒരുപാട് സമയം ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അധികം പറ്റില്ല. 100 കിലോമീറ്റർ ഒക്കെ ഓടിക്കാം.
ഇവിടെ അങ്ങും ആരെയും കാണുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഹർത്താലിന്റെ അന്നാണ് ഇതുപോലെ റോഡൊക്കെ കിടക്കുന്നത്. അതെ, ഒരു കാറ് വരുന്നുണ്ട്. ഉച്ച സമയത്ത് ഊണൊക്കെ കഴിഞ്ഞ ആൾക്കാർ റെസ്റ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ വഴിക്കിൽ ചിറ എന്ന് പറയും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചിറയാണ് ചിറ. അങ്ങനെ ഞാനും ഷിബുവിൻ്റെ വൈഫും ഉണ്ടായിരുന്നേ. പുള്ളിക്കാരത്തി ക്യാമറയിൽ വന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ആ സ്ഥലം ഒരു ഗംഭീര സ്ഥലമാണ് കേട്ടോ. ദേ കണ്ടില്ലേ? ഓ, നല്ല ജമന്തിപ്പൂവിൻ്റെ ഒരു അസൽ തോട്ടം. വായോ കാണുമ്പോൾ വരുന്നു കാണുമ്പോൾ നമ്മളെ തമിഴ്നാട്ടിൽ എവിടെയോ നിൽക്കുന്ന പോലെ തോന്നും. ഒരു വലിയ ഒരു ഗ്രൗണ്ടിൽ മൊത്തം അതിൻ്റെ കൃഷിയാണ്. കണ്ടില്ലേ? കണ്ടോ? ആ സൈഡും ഉണ്ട്, ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതാരുടെയാണ്, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് ഷിബുവിനോട് ചോദിക്കാം. ഷിബു, ഇത് എന്താണ് സംഭവം? ഇത് ആരുടെയാ? ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെയാണ്. അതെയാ? അവരുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ളതാണ്. പുള്ളി കൃഷിയാണത്? അതെ, കൃഷിയാണ്. ഓക്കെ. ഇവിടെ ഇപ്പൊ നാളെ തുടങ്ങി ഇനിയിപ്പോ ഓണമല്ലേ? അതെ അതെ. ഇനിയിപ്പോ നല്ല ബിസിനസ് ആയിരിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായും. പുള്ളി ഇത് മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ അവിടെ അറ്റം വരെ ഉണ്ട്, കുറെ ദൂരം ഉണ്ട്. അങ്ങനെ ഈ കൂട്ടുകാരനുമായിട്ട് ചങ്ങാത്തം തുടങ്ങിയതിന് ശേഷമാണോ ഈ മഞ്ഞ കളറിനോടൊക്കെ ഇത്ര വലിയ പ്രിയം തോന്നിയത്? വണ്ടിക്കകത്ത് മഞ്ഞപ്പൂ കണ്ടു, അതുകൊണ്ട് ചോദിച്ചാ. 2002 ചാലക്കുടിയിൽ ഞങ്ങളെ അസോസിയേഷന്റെ ആദ്യത്തെ യൂണിറ്റ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടോൾമെൻ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഞാൻ രൂപീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിഫോം ഏത് കളർ എടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഈ യെല്ലോ കളർ എൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഷർട്ട് യൂണിഫോം ഒക്കെ ഇട്ട് അന്ന് തുടങ്ങി മഞ്ഞോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഓക്കെ. പിന്നെ ഈ അസോസിയേഷന്റെ ആരാണിപ്പോ? ഇപ്പോൾ ഞാൻ ടോൾമെൻ അസോസിയേഷന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ട് ഈ അസോസിയേഷനിൽ? ഏകദേശം 5000 മേലെ. 5000 പേര്? 5000 മേലെ. കേരളത്തിലോ? കേരളത്തില് അത്ര ഉയരമുള്ള ആൾക്കാരുണ്ട്? ഉണ്ട്, ആർട്ടിക്കുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ ഇപ്പൊ 87 മുനിസിപ്പാലിറ്റികളിലും നമുക്ക് യൂണിറ്റായി. 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഉണ്ട്. 9 അംഗ സമിതി ജില്ലാ കമ്മിറ്റി ഉണ്ട്. അതിൽ നിന്ന് 21 പേര് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അവരാണ് ഞങ്ങളുടെ ടോൾമെൻ എക്സിക്യൂട്ടീവ് ഫോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ആരാണ് നമ്പർ 1 ടോൾമെൻ? നമ്പർ 1 ടോൾമെൻ കമുർക്ക ആയിരുന്നു. പാവർട്ടിയിലുള്ള ഒരു ഇഞ്ചായിരുന്ന ആളിപ്പോ കഴിഞ്ഞ വർഷം മരിച്ചു ആള്. ആർക്കാണ് പിന്നെ 10-11 ആൾക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി പേരുണ്ട് ഒരേ അളവില്. ഞാനിപ്പോ 2-3 വേണമെങ്കിലും പറയാം. കാരണം ന്യൂ ജനറേഷൻ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ ഹൈറ്റില്. ഇനി നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്ക് വരാം. അതെ 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 അതെ. ഷിബുന് വേറെ ആരൊക്കെ ഉണ്ട്? എനിക്ക് 2 പെങ്ങന്മാരാണ്. മൂത്ത പെങ്ങളുടെ പേര് ഷിജി, ഷാജു. അവര് ഭോപ്പാലാണ്. MP ഫർണിച്ചർ മർച്ചന്റ്. അവർക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടോ? അവര് നോർമൽ ഹൈറ്റേ ഉള്ളൂ. പിന്നെ മക്കള് 3 പേര്. ഈ 3 പേരില് ഷിബു ആണോ മൂത്തത്? ഏറ്റവും താഴെ ഞാൻ. ഏറ്റവും ഇളയാള്. ഏറ്റവും ഇളയാള് പൊക്കം കൊണ്ട് വലിയ ആള്. ഷിബുന് മാത്രമേ ഉള്ളൂ ഇത്ര ഹൈറ്റ്. രണ്ടാമത്തെ പെങ്ങളുടെ പേര് ഷിബി വിനോദാണ്. അവര് സൂറത്തിലാണ്. ഓക്കെ. അപ്പൊ വളരെ ചെറുപ്പം പോലെ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ വെച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ ആള് ഞാനായിരിക്കും. അപ്പോ ടീച്ചർമാരാണെങ്കിൽ ഇത് പൂർണ്ണ വളർച്ച എത്തി എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ഹൈറ്റ് കംപ്ലീറ്റഡ് ആയപ്പോ അതല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് കംപ്ലീറ്റ് ആയത്? അതായത് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഹൈറ്റ് കൊണ്ട് ചെറിയൊരു പ്രോബ്ലം പോലെ തോന്നിയിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത്. ഈ 6 അടി 10 ഇഞ്ച് ഏത് പ്രായത്തിലാണ് ആവുന്നത്? അത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും. ഓക്കെ. അപ്പൊ അന്നേരം അങ്ങനെ ഇത്രയും ഹൈറ്റ് വെച്ച് പോകുന്നത് കണ്ടപ്പോ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ തോന്നിയോ? ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കാണിച്ചപ്പോൾ പറഞ്ഞു അത് പിട്രോട്ടിക് ഗ്ലാൻഡിന്റെ ഒരു ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഹൈറ്റ് ഇനിയും വെച്ച് ഒരുപാട് ഹൈറ്റിലേക്ക് വെച്ച് പോകും. പക്ഷെ ഓരോ സൈഡിൽ തളർച്ച വരും, കണ്ണിന് കാഴ്ച പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മൾ ഇവിടെ നെറ്റിയുടെ എവിടെയാണ് എൻ്റെ ട്രീറ്റ്മെന്റ്. നെറ്റി കട്ട് ചെയ്യാതെ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ ട്യൂബൊക്കെ കടത്തി ആ ഹോർമോൺ ഗ്രന്ഥിനെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഹൈറ്റ് നിന്നത്, സ്റ്റോപ്പ് ആയി. അല്ലെങ്കിൽ ഇതിങ്ങനെ വളർന്നു പോയത്.
ADക്ക് മേലെ ഹൈറ്റ് വളർന്നു പോയത്. പക്ഷെ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുമായിരുന്നു. പിന്നെ കണ്ണിന് കാഴ്ച കുറയും, ഒപ്പം തന്നെ തളർച്ച, തളർവാദം പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മള് കഷ്ടപ്പാടല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ആ സർജറിക്ക് ശേഷം അതവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അത് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം നടന്നിരുന്നത്. അത് എന്താ പറയാ, അന്നങ്ങനെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇപ്പോ കണ്ണിനും കുഴപ്പമില്ല, ശരീരത്തിന് മനസ്സിനും കുഴപ്പമില്ല, ആള് ഹാപ്പിയാണ് ഇപ്പോഴും. നമുക്കൊരു ഇത്തിരി നടന്നാലോ? നടക്കാൻ പറ്റുമോ? പിന്നെന്താ, ഈ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴേ അഭിനയമൊക്കെ നേരത്തെ അറിയുമായിരുന്നു? ഇല്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ചുമ്മാ അങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. അതായത് വിനയ് സാർ ഓരോ കാര്യങ്ങൾ പറയും, അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കും, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ അഭിനയം പഠിച്ചിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഓരോ ടേക്ക് ആള് കാണിച്ചു പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു മാസം ചാൻസ് വന്നു കഴിഞ്ഞാൽ പോവോ? വിളിച്ചിട്ടുണ്ട്, വിനയ് സാർ വിളിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. വിനയൻ സാറോ? സിനിമയിലേക്കോ? പുതിയ പടത്തില് 20 കുഞ്ഞന്മാരുണ്ട്, അല്ല 200 കുഞ്ഞന്മാരുണ്ട്. ഞങ്ങൾ ഏകദേശം 100ഓളം പേരോളുണ്ട്. പൊതുവിന്റെ സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി പടം. അത് ശരി, പുതിയതായിട്ട്. ഓക്കെ. ഷിബു, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹൈറ്റ് നല്ലതാണോ അതോ മോശമാണോ? എന്താണ്? അതായത് നല്ലതാണ് മോശമാണ് രണ്ടും പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാല് ഉയരം കൂടിയോണ്ട് അവർക്കറിയാം. അതായത് ബസ്സിലൊക്കെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇരുന്ന് കഴിഞ്ഞാൽ കാല് സീറ്റ് മുട്ടുക, അതുപോലുള്ള ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിടക്കാൻ കാല് പുറത്തേക്കൊക്കെ വരിക, അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെഡിന്റെ കാല് പുറത്തേക്ക് വരും. എൻ്റെ കാലൊക്കെ ബെഡിന്റെ പുറത്ത് വരും. ശിവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എവിടെ, ഏത് കാര്യത്തിനാണ്? യാത്ര ചെയ്യുമ്പോഴാണോ അതോ? യാത്ര എന്ന് വെച്ചാൽ യാത്ര അങ്ങനെ പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കണമെങ്കിലൊക്കെ, ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെയാണ് ഈ അളവ് അല്ലേ? ചെരുപ്പാണെങ്കിലും ഷൂ ഒക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും മറ്റൊരു ആളുകൾ പോയി മേടിക്കുന്ന പോലെ ഓടിച്ചു ചെന്ന് നമുക്ക് മേടിക്കാൻ പറ്റില്ല. പിന്നെ അത് കിട്ടുന്ന കടകളിൽ പോയി ഓർഡർ കൊടുത്ത് അവർ പറയുന്ന ഒരു മോഡലൊക്കെ നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് വേണം അത് വാങ്ങാനായിട്ട്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു മൈനസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ പറയും ഉയരക്കാരുടെ വലിയ മനസ്സുള്ളവർ എന്ന് പറയുന്ന ടോൾമെൻസ്. അപ്പൊ അങ്ങനെ ഒരു നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഉയരം പോസിറ്റീവ് തന്നെയാണ്. അതെ, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പോസിറ്റീവായിട്ട്. അല്ല, അങ്ങനെ ഒരു ഉയരത്തിന്റെ ഒരു ഇത് വന്നോണ്ടാണല്ലോ ഇപ്പൊ സിനിമയിലേക്ക് അവസരം കിട്ടിയത്. അതെ, എത്രായിരക്കണക്കിന് ആളുകൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം നോക്കി കിടക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒന്നുമല്ലാത്ത ഞാൻ പോലും കൊല്ലത്തുനിന്ന് ഇവിടം വരെ തിരക്കി വന്നത് ഉയരമുള്ളത് കൊണ്ടല്ലേ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിറ്റീവ് സൈഡ് അതിനകത്തുണ്ട്. പിന്നെ അതിനും അപ്പുറം നമ്മൾ അതുപോലെ ആക്കിയെടുക്കണം. ആ ഒരു പോസിറ്റീവ് നമ്മൾ മനസ്സിലാക്കണം. പുതിയ തലമുറ അങ്ങനെ തന്നെയാണ്. ഹൈറ്റുള്ള ആളുകൾ, കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ചിലർക്ക് അപക്ഷബോധമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ്, എല്ലാവർക്കും എല്ലാം തികഞ്ഞൊരു ആരുമില്ല. നമ്മുടെ ഈ വിരല് പോലെയാണ്, എല്ലാം ഒരളവല്ലല്ലോ, പല അളവല്ലേ എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് പല പ്രത്യേകതകളുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എനിക്ക് തോന്നുന്നു അതും ഈ പറഞ്ഞതുപോലെ ഈ ഹൈറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയൊരു ക്രൗഡിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് ഒരു വലിയ ഘടകമാണ്. നിങ്ങൾ എവിടെ കൊണ്ട് നിർത്തിയാലും ഒരു CC ക്യാമറ വെച്ചിരിക്കുന്നത് പോലെ എല്ലാം നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. എത്ര വലിയ ക്രൗഡാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് അനുസരിച്ച് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യും. ഇതുവരെ അങ്ങനെ ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ അങ്ങനെ തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 26 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതായത് കൊച്ചുകുട്ടികളും വയസ്സായ സീനിയർ സിറ്റിസൺ വരെ എല്ലാവരും ഫ്രണ്ട്സുകളാണ്. കുട്ടികൾക്കൊക്കെ ഒരു വലിയ കൗതുകം തന്നെ ആയിരിക്കും. അതെ. ഞങ്ങൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിൽ വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, ഷേക്കിന്റെ ഒരു വർത്തമാനം പറയും. അങ്ങനെ അവർക്ക് ഇപ്പോഴും നമ്മളെ ഇഷ്ടമാണ്. കാരണം അത്ഭുത സിനിമയിൽ ഒരു നരഭോജിയായിട്ട് പോലും അഭിനയിച്ചിട്ട് പോലും ചോറ് കുട്ടികൾക്ക് ആ പേടിയൊന്നുമില്ല. ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഷേക്കിന്റെ ഒരു ഫോട്ടോ എടുക്കും, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, എന്തായാലും ഷിബുവിനെ കാണിച്ച് ഷിബുവിന്റെ കുറെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഷിബുവിനെ കാണിച്ചപ്പോൾ പിന്നെ ഷിബുവിന്റെ വൈഫിനെ എന്താണ് ശ്രീകുമാറെ കാണിക്കാതിരുന്നത്? ഞാൻ കാണിക്കാലോ. ഇതാണ് ഷിബുവിന്റെ പേരെങ്ങനെയാ? മഞ്ജു അല്ലേ? മഞ്ജു അല്ല, അഞ്ജു. തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഇവരുടെയൊക്കെ വിശേഷങ്ങൾ ഒരുപാട് വന്നതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു ഈ കക്ഷിയെ കണ്ടുപിടിച്ചത്? പരസ്യം, പത്രപരസ്യം കണ്ടു. ഓക്കെ,
ഹാപ്പി ആണല്ലോ? ഹാപ്പി. അത്ര അറിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമോ കൂടെ? ഉണ്ടാവും. അഞ്ജു ആ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം ഞാനിവിടെ വന്ന സമയം മുതലേ നോക്കുമ്പോൾ ഈ ഷിബുവിൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും അഞ്ജു ഉണ്ട്. ദേ അങ്ങോട്ടൊക്കെ നോക്കിയേ, ഇപ്പോഴും അവർ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇറങ്ങി വരുന്ന പോലെയാണ് ഈ വീഡിയോയ്ക്ക് വരുന്നത്. കൈയൊക്കെ പരസ്പരം കൊരുത്ത് പിടിച്ചോണ്ടാണ്, കണ്ടില്ലേ? അപ്പോൾ ജീവിതകാലം മുഴുവനും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെ വല്ലതും തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ ഷിബു? ഓ തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയുണ്ട്, വീട്ടിലുണ്ടോ? പൂവാവുന്നുള്ളൂ. അതെയോ? മുട്ട് വന്നിട്ടുണ്ട്, 2 സുള്ളി പൂവാവും. ഇതുപോലത്തെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്? ഓക്കെ. കൃഷിയോടൊക്കെ നല്ല താല്പര്യമുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. കൂടുന്നത് നമ്മൾ ആ പൂവൊക്കെ നിന്ന സ്ഥലത്ത് നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയായി പോകും. എന്നാലും വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ നല്ല അടിപൊളി ഒരു ചിറയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടം നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ കാണിക്കാം ഞാൻ. അതിനു മുമ്പ് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ? ഷിബു, ഇത് ഏതാ സ്ഥലം? ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. സ്ഥലപ്പേര് പുല്ലൂര് പൊതുമ്പച്ചിറ എന്ന് പറയും. ഇതൊരു ടൂറിസം. ഈ കാണുന്നത് കുളമാണോ ചിറയാണോ? ചെറിയാണ്. ഓ, പൊതുമ്പച്ചിറ എന്ന് പറയും. പിന്നെ ഇത് ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. ബോട്ട് സർവീസോ? ഇവിടെയോ? അവിടെ ഇത് ചിറയാണെങ്കിലും നല്ല ആഴമുണ്ടല്ലേ? ഉണ്ട്, നല്ല ആഴം. ഇവിടെ വന്നപ്പോൾ ഒരു വലിയ തമാശയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡൂപ്ലി പ്ലാവിനെ കാണാൻ പറ്റും, ഡൂപ്ലി ചക്കയും കാണാൻ പറ്റും. കണ്ടാൽ നല്ല ഒറിജിനൽ മാതിരി ഇരിക്കുന്ന ചക്ക, പക്ഷെ അത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. എത്തുന്നുണ്ട്. അല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വരുമ്പോൾ പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്തിരി നന്നായിട്ട് ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പോകാമായിരുന്നല്ലോ. ഓ, ഇത് നല്ല സംഭവമാണല്ലോ. നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് പോലെ ഇതാ കണ്ടില്ലേ, ഒരു സൈഡിൽ കൈവരി, വേറൊരു സൈഡിൽ നല്ലപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സുഖമുള്ള കാറ്റ്. നടന്നോ. ഇപ്പൊ ഇത് സംഭവം കൊള്ളാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു സൈഡില് ഒരു ചിറ, അപ്പുറത്തെ സൈഡില് വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര പച്ച പുതച്ച് കിടക്കുന്ന വയല്. വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര തിരക്കാണല്ലേ? ഓപ്പൺ ജിം ഉണ്ട്, പിന്നെ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം. ബോട്ട് സർവീസ്, ലൈറ്റ്, ഫുള്ള് ലൈറ്റ് ഉണ്ട്. അതെയോ? ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ടോ? ഓ, ഒറ്റയ്ക്കാണോ അതോ കൂടെ? വൈഫുണ്ടോ? വൈഫുണ്ടാവും. എവിടെ പോയാലും ഉണ്ടാവൂല്ലേ, നിഴല് പോലെ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും ഒക്കെ അവരെ കൊണ്ടുവരും ഇവിടെ. കുട്ടികളാണെങ്കിലും കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ സാധാരണ സ്ഥലങ്ങളിൽ ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നോർമൽ ബെഡൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലാണ്ട് വേറെ നിർത്തിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാണ്ട്. അല്ല, ആ ബെഡിൽ കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റും. അപ്പൊ ഇത് നിലത്തിറങ്ങി കിടക്കും? കുറച്ചായി ഇരിക്കും അവിടെ. പിന്നെന്താ? അല്ല, ആ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? വളഞ്ഞു കൂടി കിടക്കും, അത് തന്നെ. ആണോ? അപ്പൊ വീട്ടിലെ ബെഡ് എങ്ങനെയാ? വലിയ ബെഡ്? വീട്ടിലെ വലിയ 7x4 സൈസ് വലിയ കട്ടിലുണ്ടാക്കിയതാണ്. അതെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഈ പിന്നെ കട്ടിളപ്പടിയൊക്കെ ഏടി വീട്ടിലത്? വീട്ടിലത്തെ ഏടി. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നെ അതങ്ങനെ ശീലമായി. ഏത് വീട്ടിൽ ചെന്നാലും ഒന്ന് വിനയപൂർവ്വം തല കുനിച്ച് കയറുന്നത് പോലെ. ഓക്കെ. ബിരിയാണിയൊക്കെ കഴിച്ചോ? അപ്പോൾ ഭക്ഷണം കഴിച്ചു. ഓക്കെ. സാധാരണ കഴിക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു പൊതി ബിരിയാണി നിങ്ങൾ പാഴ്സൽ വാങ്ങിയതേ ഞാൻ കണ്ടുള്ളൂ. അതൊക്കെ മതിയോ ഈ ഇത്രയും വലിയ ശരീരത്തിന്? അതായത് ഭക്ഷണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് കഴിച്ചിരുന്നു. പിന്നെ ഇടക്കാലം വെച്ചിട്ട് നമ്മള് ഒന്ന് കൺട്രോളിങ് ആയി. മുൻപൊക്കെ നമ്മൾ എന്ത് കഴിച്ചാലും 2 പ്ലേറ്റ് അങ്ങനത്തെ ഒരു കണക്കായിരുന്നു. എന്ത് കഴിച്ചാലും. സപ്പോസ് ഞാൻ ചോദിക്കട്ടെ, ഒരു പൊറോട്ട ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം കഴിക്കും?
പൊറോട്ടയ്ക്ക് ഒരു 4 എണ്ണം. ഇപ്പോ നേരത്തെ അങ്ങനെയൊന്നുമില്ല, വിശ്വാസം എണ്ണമൊന്നുമില്ല. ഒരു ചാക്ക് കൊണ്ടൊന്ന് കുടഞ്ഞിട്ടാലും കഴിക്കും. അങ്ങനെ അത്രയ്ക്ക് ചോദിച്ചാ. ഓക്കെ ഓക്കെ. ഇപ്പം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. നേരത്തെ അപ്പോ ഇതിനേക്കാളും നല്ല വണ്ണം ഉണ്ടായിരുന്നു? നല്ല വണ്ണം ഉണ്ടായിരുന്നു, സൈസ് ഉണ്ടായിരുന്നു. നല്ല വണ്ണം. എത്ര കിലോ ഉണ്ട് വെയിറ്റ്? 165 കിലോ വരെ വെയിറ്റ് വന്നിരുന്നു എനിക്ക് ഒരു സമയത്ത്. ഒരു സമയത്ത്. ഇപ്പൊ ഒരു 125 ഒക്കെ എത്ര ഉള്ളു. അന്നൊക്കെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാലിന്റെ വേദന, മുട്ടുവേദന ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഇപ്പൊ ശാരീരികമായിട്ട് എങ്ങനെയാണ്? കുറച്ച് വെയിറ്റ് കുറഞ്ഞതിന്റെ പേരിൽ സുഖമുണ്ട്. ഓക്കെ. എങ്ങനെ കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്തു? ഫുഡ് കൺട്രോളിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ അധികം ടെൻഷനൊന്നുമില്ല, എപ്പോഴും നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പൊ അങ്ങനെ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി അങ്ങനെ പൊതുപ്രവർത്തനത്തിന് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം ഒരു മാസം ഒരു 20 ദിവസമെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അത് കേരളത്തിലുണ്ട്, ഇപ്പോ ഞങ്ങൾ തമിഴ്നാടുണ്ട്. നിങ്ങൾ കേരളത്തിന് പുറത്തുമൊക്കെ പോകുന്നുണ്ട്? കേരളത്തിലുണ്ട്, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. എന്താ പറയാ, ഒരു 10 ദിവസം വീട്ടില് നിൽക്കാൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 20 ദിവസമെങ്കിലും എവിടെയും ഒരു പ്രോഗ്രാം ആയിരിക്കും. അല്ല, നമ്മളിപ്പോ വണ്ടി വരുമ്പോ പറഞ്ഞൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാനപ്പോ ചോദിച്ചു, അതായത് ഷിബുവിന്റെ വൈഫിനോട്, അഞ്ജുവിനോട് ചോദിച്ചു, അഞ്ജു വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ പറഞ്ഞൊരു കാര്യം, അഞ്ജുവും നിങ്ങളുടെ ഫോഴ്സിൽ ഒരു പാർട്ടാണ്. അതെ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ വനിതാ ഫോഴ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതാ ഫോഴ്സും ഉണ്ട് നിങ്ങൾ? വനിതാ ഫോഴ്സും കൂടി. കാരണം ഈ മലബാർ മേഖലയിലൊക്കെ ഫംഗ്ഷൻസിനൊക്കെ ലേഡീസ് എക്വിപ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നത് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഫാമിലി, ടോൾമെൻസിന്റെ ഫാമിലി തന്നെ വെച്ചിട്ട് ഞങ്ങൾ വനിതാ ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിലെങ്ങനെ ഈ ഉയരമുള്ള, പക്ഷെ അഞ്ജുവിന് അങ്ങനെ ഉയരമില്ല, എന്നാലും ഞാൻ ചോദിക്കുക, നമുക്ക് അതിനകത്ത് ഉയരം നമ്മൾ മാനദണ്ഡം വെച്ചിട്ടില്ല. കാരണം 6 അടി മേൽ ഹൈറ്റുള്ള ആണുങ്ങളുടെ ഭാര്യമാർ ഒരുവിധം ഒക്കെ ഹൈറ്റ് കുറഞ്ഞായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ ഈ അസോസിയേഷനിലുള്ളവരുടെ ഭാര്യമാരാണോ? അവരുടെ ഫാമിലിയിലെ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു വനിതാ ഫോഴ്സ് വിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ അതിന്റെ ചീഫ് ക്യാപ്റ്റനും കൂടിയാണ് അഞ്ജു. എല്ലാവർക്കും ജീവിതത്തിൽ അല്ലെങ്കിൽ അവരവരുടെ ജന്മത്തിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടാവും. ഷിബുവിന് എന്താണ് മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നം? എന്റെ സ്വപ്നം എന്ന് പറയാനായിട്ട് ഇങ്ങനെയൊക്കെ പോണം, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോണം. ഇനി ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ അതില് ചിലർ വിശ്വസിക്കും, ചിലർ അതിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും. എന്നാലും ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം, അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉയരം അടുത്ത ജന്മത്തിലും വേണമെന്നാണോ ആഗ്രഹം? ഉയരം നല്ലത് തന്നെയാണ്, അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഞാനൊരു ആന്റണി ഈസ്റ്റ്മാൻ്റെ ഒരു സിനിമയില് നമ്മുടെ സിൽക്ക് സിമതയുടെ കഥ വെച്ചിട്ടൊരു പടം ഷൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിങ്ങർ എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു എൻ്റെ. ആ വണ്ടി ഞാൻ ഓടിച്ചു വന്നിട്ട് ഒരു തൊടുപുഴയായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് എല്ലാം. ആ ഒരു പുഴയുടെ സൈഡിൽ വന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് ഒരു ബോഡി, അതായത് ഒരു ബോഡി എടുത്തു കൊണ്ടുപോകുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്ത് സിനിമ ആക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു റോളാണ്. പക്ഷെ ആ സിനിമ അഭിനയിച്ചിട്ടിരിക്കണേ ആ നടീനെ തോളിലെടുത്തിട്ട് കുഴി കുഴിച്ചിട്ട് കുഴിയിൽ നിന്ന് തോളിലെടുത്തിട്ട് ആ മരിച്ചെടുക്കുന്ന ബോഡീനെ തൊടാതെ 2 കൈയും ഇങ്ങനെ കാണിച്ചിട്ട് ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് നടന്നു പോകുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ആ സീനൊക്കെ ഞങ്ങൾ എടുത്തു വെളുപ്പിനെടുത്തത്. പക്ഷെ അപ്പൊന്നും കുഴപ്പമുണ്ടായില്ല. രാവിലെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് രാവിലെ നോക്കിയപ്പോഴാണ് ഡിസ്ക് അകന്ന് ഡിസ്ക് അകന്ന് കംപ്ലീറ്റ് വന്ന് എനിക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്താ പറയാ, അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് എന്താ പറയാ തളർന്ന് കിടക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും തളർന്നു പോകുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. അതെ, ചിന്തിക്കാൻ പോലും ആവുന്ന കാര്യമല്ല. അത് തന്നെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും സിനിമകളിലൂടെയും അതുപോലെയുള്ള TV ചാനലിൽ ഒക്കെ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ഈ ആള് തന്നെ ആവണം അടുത്ത ജന്മം. ഈ ആൾ തന്നെ ആവണം. ഗ്രേറ്റ്, ഐ റിയലി അപ്രീഷിയേറ്റ് യു. കാരണം അത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു അല്ലേ? അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഷിബുവിനെ ഇന്നിപ്പോ ഈ വരുന്ന വഴിക്ക് തന്നെ എത്രയോ ആൾക്കാർ കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. അതൊക്കെ ഈ ഉയരം ഒരു അനുഗ്രഹമായി കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എങ്കിലും ഉയരം ഒരു ഉയർച്ച തന്നെയാണ് അല്ലേ? ഉയരക്കാരുടെ വലിയ മനസ്സുള്ളവർ, മനസ്സുള്ളവർ. അതെ. അപ്പോ
നമുക്ക് ഇന്നത്തേക്ക് പിരിയാൻ നേരമായി. ഇനി നമ്മൾ കണ്ടുമുട്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച്. തീർച്ചയായിട്ടും. കാരണം ഇനി എനിക്ക് തിരിച്ചു പോകണമല്ലോ. അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങൾ ഓരോരുത്തരും പൂർവാധികം ശക്തിയോടെ തന്നെ മുമ്പോട്ട് പോകാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ മലയാളികൾക്കും ഈ വർഷത്തിന്റെ ഓണാശംസകൾ നേരെയാണ്. ഓക്കെ. താങ്ക് യു. യു ടു.